നവകേരള നിർമ്മിതിയിൽ സമാനതകളില്ലാത്ത മികവ് സ്വന്തമാക്കിയ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് അടൂർ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമായ അടൂരിന്റെ വികസന ചിത്രവുമായി നവകേരളം നവമുന്നേറ്റം. ആരോഗ്യം, കുടിവെള്ളം, അടിസ്ഥാന സൗകര്യ മേഖലകളിൽ LDF സർക്കാരിൻ്റെ കാലത്ത് അടൂരിൽ വികസനത്തിൻ്റെ കൊടിമൂടിയേറ്റത്തിനാണ് സാക്ഷ്യപത്രമായത്. ഇതിന് അനവധി ഉദാഹരണങ്ങളാണ് മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ചിറ്റയം ഗോപകുമാറിൻ്റെ തുടർ വിജയങ്ങൾ മണ്ഡലത്തിൽ തുടർ വികസനത്തിന് കാരണമായി. MC റോഡിൻ്റെയും ദേശീയപാതയിലേക്കുമുള്ള കണക്ടിവിറ്റി റോഡുകളുടെയും വികസനമായിരുന്നു നിയോജകമണ്ഡലം ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്നത്. ശബരിമല തീർത്ഥാടനത്തിൻ്റെ പ്രവേശന കവാടം എന്ന നിലയിലും അടൂരിൻ്റെ മുഖച്ഛായ മാറിയ കാലഘട്ടമാണ് കടന്നുപോകുന്നത്. റോഡ് വികസനത്തിൽ 110 കോടി രൂപ ചിലവഴിച്ച് നവീകരിച്ച കുന്നത്തൂർ അടൂർ കോന്നി റോഡ് സമീപ സ്ഥലങ്ങളായ 3 മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇത് ഏറെ അഭിമാനകരമായ നേട്ടമാണ്. വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമി വിട്ടു നൽകിയ നിരവധി പ്രദേശവാസികളുടെ വിശാല മനസ്സും ഈ വികസന പ്രവർത്തനത്തിന്റെ വേഗം കൂട്ടിയെന്ന് തന്നെ അഭിമാനത്തോടെ MLA പറയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ് 110 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആനേടി കൂടൽ റോഡ്. അത് കുന്നത്തൂർ, അടൂർ, കോന്നി 3 നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് ആനേടി കൂടൽ റോഡ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ 1-ാം ഘട്ടം ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആനേടി മുതൽ കൂടൽ വരെ നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് സ്വകാര്യ ഭൂമി ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ആളുകൾ ഫ്രീ ആയി സറണ്ടർ ചെയ്ത് ആണ് ആ റോഡ് ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. BM&BC നിലവാരത്തിലാണ് റോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. BM ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി 2-ാം ഘട്ടം ഉടൻ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതാണ്. കായിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങളുടെ മുഖമുദ്രകളിൽ ഒന്നായി മാറിയതാണ് കൊടുമൺ അന്താരാഷ്ട്ര സ്റ്റേഡിയം. കായിക മേഖലയിൽ നിരവധി പ്രതിഭകളാൽ സമ്പന്നമായ ഒരു മണ്ഡലം കൂടിയാണ് അടൂർ. മെച്ചപ്പെട്ട പരിശീലന സംവിധാനങ്ങളോടുകൂടിയ കൊടുമൺ സ്റ്റേഡിയം നാടിൻ്റെ അഭിമാന മുഖമുദ്രകളിൽ ഒന്നായി മാറി. കൊടുമൺ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം അത് ഈ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സ്റ്റേഡിയമാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. മലയോര ഹൈവേ പൂർണ്ണമാകുന്നതോടെ അടൂർ നിവാസികളും പ്രധാനപ്പെട്ട സഞ്ചാരമാർഗമായി വടക്കൻ കേരളത്തിലേക്കുള്ള യാത്രകൾ ആശ്രയിക്കുന്ന പ്രധാന പാതകളിൽ ഒന്നായി മാറും. ഇതിൽ ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് 12 മീറ്റർ വീതിയിലും നവനിർമ്മാണം നടക്കുകയാണ്. കിഫ്ബി പദ്ധതിയിലൂടെ തന്നെ ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. അവിടെയും നമുക്ക് 12 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിക്കുന്ന സ്ഥലം ഏറ്റെടുക്കേണ്ടതായി വന്നിട്ടുണ്ട്. ആ പ്രവർത്തനം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അടൂർ ടൗൺ ബ്രിഡ്ജ് നവീകരണം സാധ്യമാക്കി നാടിന് സമർപ്പിച്ചതോടെ ഗതാഗതക്കുരുക്കിനും ശാശ്വത പരിഹാരമായി. കൂടാതെ അടൂർ ടൗൺ ബ്രിഡ്ജ്, ഇരട്ടപ്പാലം, അടൂരിൻ്റെ ഹൃദയഭാഗം നമുക്കറിയാം. എപ്പോഴും വാഹന ഗതാഗതം ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. ആളുകൾക്ക് റോഡ് മുറിച്ച് കടക്കുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ആ സ്ഥലത്ത് നിലവിലുള്ള പാലം പുതുക്കിപ്പണിയതിനൊപ്പം തന്നെ ഇരട്ടപ്പാലം അപ്പുറത്തും ഇപ്പുറത്തുമായ 2 സൈഡിൽ പാലം നിർമ്മിച്ചു. അത് പൂർത്തീകരിച്ചിപ്പോൾ നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. വാഹന ഗതാഗതം സുഗമമാക്കാൻ അത് പ്രയോജനപ്പെട്ടു അടൂർ ടൗണിൽ. അടൂർ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപയാണ് അനുവദിച്ചത്. 3 കോടി രൂപ MLA ഫണ്ടും വിദ്യാലയത്തിനായി അനുവദിച്ച് 4 നില കെട്ടിടം നാടിന് സമർപ്പിച്ചു.
നവകേരളം നവമുന്നേറ്റത്തിന്റെ ഭാഗമായി അടൂർ മണ്ഡലത്തിൽ വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായി നൽകിയ പദ്ധതികൾ മറ്റനേകമുണ്ട്. പന്തളം തോട്ടക്കോണം പൊക്കേച്ചാൻ ഹയർ സെക്കൻഡറി സ്കൂളിന് 3 കോടി രൂപയും കിഴക്കമ്പുറം ഹൈസ്കൂളിന് 3 കോടി രൂപയും ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് 3 കോടി രൂപ എന്നിങ്ങനെ നീളുന്നു വിദ്യാഭ്യാസ മേഖലയിൽ വികസനത്തിനായി ചിലവഴിച്ച തുകയുടെ കണക്ക്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് അടൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. അടൂർ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂള് 5 കോടി രൂപയാണ് ഗവൺമെൻറ് തന്നത് കിഫ്ബി പദ്ധതിയിലൂടെ. 3 കോടി രൂപ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച് അങ്ങനെ 8 കോടി രൂപ ചെലവിൽ 4 നില കെട്ടിടം അത് പണി പൂർത്തീകരിച്ച് സമർപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പന്തളം തോട്ടക്കോണം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെ 3 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. കിഴക്കുപുറം ഹൈസ്കൂൾ അവിടെ 3 കോടി രൂപ ചെലവഴിച്ച് അതിൻ്റെ 1ാം ഘട്ടം പൂർത്തീകരിച്ച് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഭാഗം കൂടെ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുന്നതാണ്. അടൂർ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ അവിടെ 3 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ച് അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടൂർ പെരിങ്ങനാട് തൃച്ചേന്ദമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെ 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം തുടങ്ങുന്നതിനുള്ള നടപടികൾ ആയിട്ടുണ്ടെങ്കിലും സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് നീണ്ടുപോയി. എന്നാൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അത് വീണ്ടും പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവിടെയും ആ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ ചെലവഴിച്ച് ആ നിർമ്മാണം പൂർത്തീകരിക്കുന്നതാണ്. മണ്ഡലത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ പശ്ചാത്തല വികസന മേഖലയിൽ വന്ന മാറ്റത്തോടൊപ്പം തന്നെയാണ് അടൂരിലെ മാർക്കറ്റ്, ശ്രീമൂലം മാർക്കറ്റ്. ആ ശ്രീമൂലം മാർക്കറ്റും ഒരുപക്ഷെ അടൂരിൻ്റെ മുഖച്ഛായ മാറ്റിയ ഒരു പദ്ധതിയാണ് ശ്രീമൂലം മാർക്കറ്റ്. അതും കിഫ്ബി പദ്ധതിയിലൂടെ പണം അനുവദിച്ച് അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടൂർ മണ്ഡലത്തിന്റെ ചില ഭാഗങ്ങളിൽ നേരിട്ടിരുന്ന കുടിവെള്ള വിതരണ പ്രശ്നത്തിനും ശാശ്വതമായി പരിഹാരം കണ്ടെത്താനായി 57 കോടി രൂപയാണ് കുടിവെള്ള വിതരണ മേഖലയിൽ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചത്. അടൂര് നഗരസഭയിൽ ആധുനിക ക്രിമിറ്റോറിയം അതിന് പണം അനുവദിച്ചിട്ടുണ്ട്. നിർമ്മാണം ഉടൻ തന്നെ തുടങ്ങുന്നതാണ്. അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ അവിടെ 14 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പുതിയ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ബിൽഡിങ്ങിൻ്റെ അത് ദ്രുതഗതിയിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. എത്രയും വേഗം തന്നെ അതിൻ്റെ പ്രവർത്തനവും പൂർത്തീകരിച്ച് ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പോഴത്തെ അസൗകര്യങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടൂർ ഗവൺമെൻറ് ആശുപത്രിയുടെ ഏറ്റവും ഒടുവിലത്തെ നവീകരണത്തിനായി 14 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടാതെ ഗവൺമെന്റിന്റെ വിവിധ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി നിരവധി വികസന പദ്ധതികളാണ് മണ്ഡലത്തിന്റെ ഫലഭാഗത്തായി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യരംഗം, വിദ്യാഭ്യാസ മേഖല, പശ്ചാത്തല വികസനം, റോഡ്, സ്റ്റേഡിയം, പാലം അടക്കം എല്ലാ മേഖലയിലും കിഫ്ബി പദ്ധതിയിലൂടെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് അടൂർ മണ്ഡലത്തിൽ നടന്ന് പൂർത്തീകരിച്ചതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. അതിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് വളരെ നല്ല നിലയിലാണ് ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുഭാവപൂർവമായിട്ടുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. നഗരസഭയുടെ നിയന്ത്രണത്തിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന ശ്മശാനവും കാലോചിതമായി നവീകരിച്ചു. ഈ പ്രവൃത്തിയും എടുത്തു പറയേണ്ടതാണ്. തെക്കൻ കേരളത്തിൽ നിന്നും മധ്യകേരളത്തിലേക്കും മധ്യകേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിലേക്കുമുള്ള പ്രവേശന കവാടം എന്ന നിലയിലാണ് അടൂർ മണ്ഡലത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾക്ക് രൂപം നൽകിയിട്ടുള്ളത്. വിദ്യാഭ്യാസ, ആരോഗ്യ, അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയ വികസന നേട്ടമാണ് മണ്ഡലത്തിന് സ്വന്തമാക്കാനായത്.
മധ്യവർഗ ജനവിഭാഗവും കാർഷിക അടിസ്ഥാന ജനവിഭാഗവും ഏറെയുള്ള അടൂർ മണ്ഡലത്തിൽ എല്ലാവർക്കും വേണ്ടിയുള്ള വികസന പദ്ധതികളാണ് കഴിഞ്ഞ കാലത്ത് നടപ്പായത്. നവകേരളം നവമുന്നേറ്റം അടൂർ മണ്ഡലത്തിന്റെ വികസന ചിത്രം ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം ജില്ലയിലെ കിഴക്കൻ പ്രദേശത്തിലെ നിയമസഭാ മണ്ഡലവും കേരള തമിഴ്നാട് അതിർത്തിയുടെ ഹൃദയഭൂമിയുമായ പുനലൂർ നിയമസഭാ മണ്ഡലത്തിന് ഇത് സമൃദ്ധിയുടെ നവമുന്നേറ്റ കാലം. കേരളത്തിലെ സ്വപ്ന വികസന പദ്ധതികളിലൊന്നായ വിഴിഞ്ഞത്തിന്റെ വ്യവസായപാതയായ കൊല്ലം പുനലൂർ വിഴിഞ്ഞം ത്രികോണപാതയും കൂടി എത്തുന്നതോടെ വികസനത്തേരിൽ ഏറുകയാണ് പുനലൂർ. നവകേരളം നവമുന്നേറ്റം ആ കാഴ്ചകൾ പങ്കുവയ്ക്കുന്നു. CPI കൊല്ലം ജില്ലാ സെക്രട്ടറിയും മുതിർന്ന CPI നേതാവുമായ PS സുപാലാണ് മണ്ഡലത്തിലെ ജനനായകൻ. മലയോര മേഖലയായ തൂക്കുപാലത്തിന്റെ ചരിത്രവും ഗതകാല സ്മരണകൾ പേറുന്ന തൂക്കുപാലത്തിന്റെ മഹിമയുമെല്ലാം പുനലൂരിന്ന് വികസന കുതിപ്പിന്റെ നാൾവഴികളുടെ വെളിച്ചം വീശുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ തുടർഭരണം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ കിഫി പദ്ധതി വഴി കൂടുതൽ വികസനം നമ്മുടെ കേരളത്തിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള പദ്ധതി എന്ന് പറയുമ്പോൾ അത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിഴിഞ്ഞം പുനലൂർ പദ്ധതിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിന് കുതിപ്പേകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ പദ്ധതിയായി വിഴിഞ്ഞം പദ്ധതി മാറുകയാണ്. കിഴക്കൻ മലയോര മേഖലയിലെ ജനതയും സെറ്റിൽമെന്റ് ഏരിയയിലെ ജനവിഭാഗവും താരതമ്യേന വികസിത ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ജനതയുടെ സങ്കര സമൂഹമാണ് പുനലൂരിൻ്റേത്. അതുകൊണ്ട് തന്നെ വിവിധ ജനവിഭാഗങ്ങൾക്കുള്ള സമഗ്ര വികസന കാഴ്ചപ്പാടുകൾ പുനലൂരിൻ്റെ ജനകീയ നേതൃത്വത്തിന് മുമ്പിൽ LDF സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ആ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിഫിയുടെ പങ്ക് വളരെ നിസ്തുലമാണ്. ആ പദ്ധതി ഏതാണ്ട് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണതോതിൽ ആ പദ്ധതി വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നാടിന് കൂടുതൽ വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പദ്ധതിയായി നമ്മുടെ വിഴിഞ്ഞം പദ്ധതി മാറുകയാണ്. അപ്പോൾ അനുബന്ധമായി കൂടുതൽ വ്യവസായ സംരംഭങ്ങളും സംവിധാനങ്ങളും വരുന്നതിന് വേണ്ടിയാണ് വിഴിഞ്ഞം പുനലൂർ സാമ്പത്തിക മേഖല എന്നുള്ള തരത്തിൽ ഒരു പ്രത്യേക കോറിഡോർ അങ്ങനെയുള്ള ഒരു വലിയ സംരംഭത്തിന് ഇപ്പോൾ കേരള ഗവൺമെൻറ് തത്വത്തിൽ അതിൻ്റെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. സെറ്റിൽമെന്റ് മേഖലയിൽ ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനമെന്ന വലിയ വിഷയത്തെ അടയാളപ്പെടുത്താൻ കഴിഞ്ഞുവെന്നതാണ് കഴിഞ്ഞ കാലത്തെ പ്രധാന നേട്ടം. മണിയാർ അംബേദ്കർ സെറ്റിൽമെന്റ്, ആര്യങ്കൊമ്പ് മേഖല എന്നിവിടങ്ങളിൽ 18 കോടി രൂപയുടെ വീതം വികസന പ്രവർത്തനങ്ങൾ നടപ്പുവർഷം ചെലവഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് പുതിയ ധാരാളം പദ്ധതികൾ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന നിലയിലായിട്ടുണ്ട്. നമ്മുടെ പുനലൂർ അഞ്ചൽ മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അതിൻ്റെ നവീകരണം നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. പുനലൂരിൻ്റെ കായിക കുതിപ്പിന് ശക്തി പകർന്നുകൊണ്ടാണ് ഒരു ഇൻഡോർ സ്റ്റേഡിയം അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി പൂർത്തീകരിച്ചിട്ടുള്ളത്. അത് കുറച്ച് സാങ്കേതികമായ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് നമുക്ക് സമർപ്പിക്കാൻ കഴിയും. ഭൂസമരത്തിന്റെ ചരിത്രം പേറുന്ന അരിപ്പയിൽ പുനരധിവാസത്തിന്റെ പുതിയ പാഠങ്ങൾ പകർന്നു നൽകുവാനും ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെയും മെച്ചപ്പെട്ട ഗതാഗത സംവിധാനത്തിന്റെയും റോഡുകളുടെയും കാര്യത്തിൽ പുനലൂർ ഏറെ മുന്നേറിക്കഴിഞ്ഞു. ഗതാഗത രംഗത്ത് ഏറ്റവും വലിയ ഒരു മാറ്റമുണ്ടാക്കിയ ഒരു പദ്ധതിയാണ് മലയോര ഹൈവേ പദ്ധതി. ആ മലയോര ഹൈവേ പദ്ധതി കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീളുന്ന മലയോര മേഖലയുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗതാഗത സംവിധാനം ഒരുക്കുന്ന പദ്ധതിയാണ്. അതിനും കിഫി വഴിയാണ് പണം അനുവദിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ കേരളത്തിൻ്റെ വികസന രംഗത്ത് ഒഴിവാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വലിയ സംവിധാനമായി കിഫി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട് കുളത്തുപുഴ മുതൽ പുനലൂർ വരെയുള്ള ഇത്രയും ഭാഗം നവീകരിക്കുന്നതിന്, പുതിയ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഏതാണ്ട്
200 കോടിയിലധികം രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. മാത്രമല്ല ആയൂർ അഞ്ചൽ റോഡിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 123 കോടി രൂപയാണ് വിനിയോഗിച്ചിട്ടുള്ളത്. അഞ്ചൽ ബൈപ്പാസ് എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ജനങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് കിഫ്ബിയിലൂടെയാണ്. അത് പൂർത്തീകരിച്ച് അതിപ്പോൾ ഇന്ന് യാഥാർത്ഥ്യമായി ജനങ്ങൾ അതുവഴി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ പുനലൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വികസനം നമുക്ക്, കോടിക്കണക്കിന് രൂപയുടെ വികസനം നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തെന്മല 10 ഏക്കർ റോഡ് BMBC നിലവാരത്തിൽ നിർമ്മിക്കാൻ 2 കോടി 10 ലക്ഷം രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നീക്കിവച്ചത്. അഞ്ചൽ മിഷൻ മാതുക്കൽ റോഡിന് 45 കോടി രൂപയും ശബരിമല പാതയിൽ മണ്ഡലത്തിൽ ഉൾപ്പെട്ട 3 റോഡുകളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതും, ഇതിൽ 2 മലയോര മേഖലയിലെ 3 പ്രധാനപ്പെട്ട റോഡുകൾ വികസനത്തിന്റെ വാതായനങ്ങൾ തുറന്നു നൽകാൻ കഴിഞ്ഞതും നേട്ടമാണ്. കഴുതത്തുടി കോഫി എസ്റ്റേറ്റ് റോഡിന് 3 കോടി രൂപയും പുനലൂർ മാലിയേക്കര റോഡിന് 5 കോടി രൂപയും അനുവദിച്ചു. മേലക്കര അച്ചൻകോവിൽ റോഡിന്റെ വികസനവും മണ്ഡലത്തിലെ ചരിത്രത്തിലെ സുവർണ നേട്ടമാണ്. മണ്ഡലത്തിലെ മറ്റ് റോഡുകളുടെ വികസനത്തിനായി ബഡ്ജറ്റിൽ കൂടുതൽ തുക വകയിരുത്തിയിട്ടുണ്ട്. മറുകുന്ന് പട്ടികവർഗ സെറ്റിൽമെന്റ് വികസന പദ്ധതിക്ക് 1 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അതിർത്തി മേഖലയായ ആര്യങ്കാവ് വില്ലേജ് ഓഫീസിനെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ആക്കി ഉയർത്താൻ കഴിഞ്ഞതും ഇക്കാലയളവിലാണ്. എല്ലാ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഏതാണ്ട് 540 കോടി രൂപയാണ് പുനലൂർ മണ്ഡലത്തിൽ മാത്രമായി കിഫ്ബി വഴി നമുക്ക് അനുവദിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലേതാണ്ട് നമുക്ക് 9 സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 21 കോടി രൂപയാണ് കിഫ്ബി വഴി നമുക്ക് ചെലവഴിച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ പുനലൂർ താലൂക്ക് ആശുപത്രി ആരോഗ്യ മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് പുനലൂരിന് വഴിയൊരുക്കിയ ഒരു പദ്ധതിയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഐരക്കോണം ഗവൺമെന്റ് സ്കൂൾ, ആയൂർ ജവഹർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയ്ക്ക് 1 കോടി രൂപ വീതം നൽകി വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. മണ്ഡലത്തിലെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ MLA ഫണ്ട് വിഹിതം വേറെയും നൽകി. ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വികസന രംഗത്ത് ഒരു വലിയ കുതിപ്പിന് വഴിയൊരുക്കിയ പദ്ധതിയാണ് കിഫ്ബി പദ്ധതി. ഇപ്പോൾ തുടർഭരണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ തുടർഭരണം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ കിഫ്ബി പദ്ധതി വഴി കൂടുതൽ വികസനം നമ്മുടെ കേരളത്തിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഏതാണ്ട് 540 കോടി രൂപയാണ് പുനലൂർ മണ്ഡലത്തിൽ മാത്രമായി കിഫ്ബി വഴി നമുക്ക് അനുവദിക്കാൻ കഴിയുന്നത്. അതിലേതാണ്ട് നമുക്ക് 9 സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 21 കോടി രൂപയാണ് കിഫ്ബി വഴി നമുക്ക് ചെലവഴിച്ചിട്ടുള്ളത്. അഞ്ചൽ PWD റെസ്റ്റ് ഹൗസ് നിർമ്മാണത്തിനായും 1 കോടി രൂപയാണ് അനുവദിച്ചത്. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനായി നൽകിയ 1 കോടി രൂപ
കഴിഞ്ഞ വർഷം മാത്രം മണ്ഡലത്തിലെ വലിയ വിഭാഗം ജനതയ്ക്ക് വെളിച്ചമായി മാറി. ഇത്തരത്തിൽ ഒരുപാട് വികസന പദ്ധതികൾ നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞു. നമ്മുടെ പുനലൂരിൻ്റെ ഒരു വികസന രംഗത്ത് വളർച്ചയ്ക്ക് കിഫ്ബി പദ്ധതി വലിയ സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനിയും ധാരാളം പദ്ധതികൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ കുളത്തുപുഴ നമ്മുടെ ധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നിർമ്മിച്ചൊരു പാലമാണ്. അവിടെ ഒരു വാഹനത്തിന് മാത്രമേ കടന്നു പോകാൻ കഴിയൂ. അവിടെ ഏതാണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കൂടിയ നമ്മുടെ ക്യാബിനറ്റ് യോഗത്തിൽ അതിന് അന്തിമ അംഗീകാരം നൽകിയിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇത്തരത്തിൽ പുനലൂരിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കിഫ്ബി പദ്ധതി വലിയ തോതിൽ സഹായകരമായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ പുനലൂർ എന്ന മണ്ഡലം കഴിഞ്ഞ 9 ആണ്ടായി ആർജിച്ചത് വികസനത്തിന്റെ നല്ല പാഠമാണ്. വിഴിഞ്ഞത്തിന്റെ അനുബന്ധ ഇടനാഴി എന്ന നിലയിൽ പുറത്തേക്കുള്ള വാതായനങ്ങൾ ഈ മണ്ഡലത്തിന്റെ വികസനത്തിന്റെ വഴിത്തിരിവാവുകയാണ്.